രാജ്യമൊട്ടാകെ വഖഫിന്റെ പേരിൽ ഭൂമി കൊള്ള തുടരുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ കിടപ്പാട് മുതൽ പുരാതന ക്ഷേത്രഭൂമിയിൽ വരെ അവകാശവാദങ്ങൾ ഉയരുന്നു. അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാതാകുമോ എന്ന ഭയത്തിൽ മുനമ്പത്തെ അടക്കം സാധാരണ ജനത. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി പുതിയ അധിനിവേശത്തിന്റെയും കയ്യേറ്റത്തിന്റെയും വാർത്തയാണ് ഉയരുന്നത്. ഇരകൾക്കൊപ്പം അണിചേരുകയാണ് ജനം ടി വി. ലൈവ് തോണിലേക്ക് സ്വാഗതം. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരും ഇരകളും ഒപ്പം അതിഥികളും ചേരുന്നു ഈ ലൈവ് തോണിൽ. മുനമ്പത്തെ ജനതയെ ഒട്ടാകെ സമരഭൂമിയിലേക്ക് എത്തിച്ച വഖഫ് അധിനിവേശം സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനായി സമരമുഖം തുറന്നു വച്ചിരിക്കുന്ന ഒരു ജനത. അവർക്ക് നാൾക്കുനാൾ പിന്തുണയേറുകയാണ്. തുടക്കത്തിൽ അവർ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ ആരും ആ സമരമുഖത്തേക്ക് അടുത്ത് കണ്ടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഗത്യന്തരമില്ലാതെ സഭാ നേതൃത്വങ്ങൾ പോലും ഇടപെടുന്ന ഒരു സാഹചര്യവും പ്രത്യക്ഷത്തിൽ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിടുക്കത്തിൽ തിരക്കിട്ട ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടായി കഴിഞ്ഞ ദിവസം. മുനമ്പത്തെ ജനങ്ങൾ 25 ദിവസത്തോളമായി സമരപന്തലിൽ പ്രതിഷേധ സമരം ഉയർത്തിയതിനു ശേഷം മാത്രമാണ് സർക്കാർ ഇതിൽ ഇടപെടാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറായത് എന്നത് ശ്രദ്ധേയം. അതിനുശേഷവും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്ന വേളയിൽ ചർച്ചയാകാം എന്നാണ് സർക്കാർ ഇന്നലെയും അവരോട് പറഞ്ഞു വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചർച്ച അതും വളരെ തിരക്കിട്ട്. എന്നാൽ സമരമുഖത്ത് നിന്ന് പിന്മാറില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് മുനമ്പം നിവാസികളുള്ളത്. അവർ ഈ സമരവുമായി തൽക്കാലം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചത്. പ്രഹസനമായോ ചർച്ച എന്നതും ഉയരുന്ന ഒരു ചോദ്യം. കേരളത്തിൽ ഒരുപക്ഷെ മുനമ്പം ചെല്ലാനം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വിവിധ ജില്ലകളിൽ നിന്ന് പോലും ഈ വഖഫ് അധിനിവേശത്തിൻ്റെ കൂടുതൽ വാർത്തകൾ, കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്ന വാർത്തകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നിന്നും ആ തരത്തിലുള്ള വാർത്ത തന്നെയാണ് എത്തുന്നതും. പ്രതിനിധികളിലേക്ക് എത്താം. നമ്മളോടൊപ്പം ഇന്ന് അതിഥികളായി ചേരുന്നത് BJP നേതാവ് ശ്രീ KVS ഹരിദാസ്, പ്രതീക്ഷിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, ഒപ്പം ചങ്ങനാശ്ശേരി മഹൽ കമ്മിറ്റി കൺവീനർ ശ്രീ MS നൌഷാദ് എന്നിവരെയാണ്. ആദ്യം ശ്രീ KVS ഹരിദാസിലേക്ക്. ഈ മുനമ്പത്തെ ജനതയുടെ ആശങ്ക പരിഹരിക്കാനായി ഇന്നലെ തിടുക്കമിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ചയുണ്ടായി. നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഈ ചർച്ച പ്രഹസനമാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അല്ല, ഈ മുനമ്പത്തെ പ്രശ്നം മുഖ്യമന്ത്രി ഒരു ദിവസം നടത്തിയ ചർച്ച കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് ആരെങ്കിലും വിചാരിച്ചോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മുഖ്യമന്ത്രി ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുതിരുന്നതിന് മുമ്പ് നിയമസഭയിൽ കോൺഗ്രസ്സുകാരോടൊപ്പം മുസ്ലിം ലീഗുകാരോടൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് പാസാക്കിയ പ്രമേയത്തെ തള്ളിപ്പറയേണ്ടിയിരുന്നു. ആ പ്രമേയം അനാവശ്യമാണെന്ന് മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടിയിരുന്നു. ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ KPA മജീദ്, മുസ്ലിം ലീഗിലെ KPA മജീദ് നടത്തിയ പ്രസംഗം ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സ്വത്ത് മുഴുവൻ വഖഫ് ബോർഡിൻ്റെയാണ്. ഈ സ്വത്ത് മുഴുവൻ വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ്. അതിൽ ആര് കൈവച്ചിട്ടുണ്ടെങ്കിലും ആ കൈകൾ ഞങ്ങൾ മാറ്റിവെക്കും. അതിന് മറുപടി പറഞ്ഞതാരാ? വഖഫ് ബോർഡിൻ്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ മന്ത്രി അബ്ദുൾ റഹ്മാനാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എന്താ? മുസ്ലിം ലീഗ് അംഗം പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ ശരിവെക്കുന്നു, ഞങ്ങൾ ഇത് വഖഫ് ബോർഡിൻ്റെ നിലപാടിനൊപ്പം നിൽക്കും എന്നല്ലേ പറഞ്ഞത്? ഈ ഇപ്പോഴത്തെ കേരളത്തിലെ വഖഫ് ബോർഡിനെ നിയമിച്ചതാരാ? പിണറായി വിജയൻ സർക്കാരല്ലേ? CPMൻ്റെ ആജ്ഞാനുവർത്തിയല്ലേ അതിൻ്റെ ചെയർമാൻ? ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഓരോ ദിവസം പുതിയ മേഖലകളിൽ വഖഫിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഇതേ CPM പ്രതിനിധിയായിട്ടുള്ള ആളല്ലേ?
അതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയുമോ? ഇത്തരം വഞ്ചനാപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പക്ഷത്ത് ഇത്തരം വഞ്ചനാപരമായ നിലപാടുകൾ CPM സ്വീകരിക്കുന്നു. എന്നിട്ട് അതിന് കൂട്ടാളികളായിട്ട് CPM-നേക്കാൾ വാശിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും രംഗപ്രവേശം ചെയ്യുന്നു. ഈ 3 പേരുടെ ഒത്താശയോട് കൂടിയാണ് ഈ കളികൾ മുഴുവൻ നടക്കുന്നത്. ഇത് ഇവിടെ തുടങ്ങിയതുമല്ല, നമ്മൾ അതും കൂടി ഓർക്കണം. ഞാൻ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആവലാതിക്കാരായിട്ടുള്ള കടലിലേക്ക് ജീവനും കൊണ്ട് ചാടേണ്ടി വരും എന്ന് ആശങ്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുകയല്ല ചെയ്തത്. പകരം വോട്ടിന് വേണ്ടി ചില ചപ്പടി വിദ്യകൾ കാണിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് പരാജയപ്പെട്ടു. അതിൽ നിന്ന് ചർച്ചയ്ക്ക് പോയ സമൂഹം ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചർച്ച പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ മുഖ്യമന്ത്രി ഇതിലൊരു വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇടതുമുന്നണി സർക്കാർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് കേരളം നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായും ശ്രീ ഹരിദാസ്, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ മൗനം അതൊരു കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നതും എന്നതിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മാത്രം ഓടിയെത്തി ഒരു തിടുക്കമിട്ട് ഈ ചർച്ച നടത്തൽ പ്രഹസനം, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ഒരുപക്ഷെ അവിടുത്തെ സമരക്കാർക്കും വ്യക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകാനും ഈ സമരം തുടർന്നും നടത്താനും തീരുമാനിച്ചത്. ഈ താങ്കൾ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇത് ഈ മുനമ്പത്ത് നിന്ന് ആരംഭിച്ച ഒരു പ്രശ്നമല്ല, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് ഒളിച്ചു വയ്ക്കാൻ സർക്കാരിനായി? ഇവരെ നേരിട്ട് എന്തുകൊണ്ട് ഇത് അറിയിക്കാതിരിക്കാൻ? ഏത് തരത്തിലാണ് സർക്കാർ അതിൽ പ്രവർത്തിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഈ മുനമ്പത്ത് തന്നെ സമരം തുടങ്ങിയിട്ട് 1 മാസമായി. അതിനു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM നിയമിച്ച അല്ലെങ്കിൽ CPM സർക്കാർ നിയമിച്ച ഒരു വഖഫ് ബോർഡ് അവർ നാട് മുഴുവൻ നടന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ്. കാണുന്ന ഭൂമി മുഴുവൻ തങ്ങളുടേതാണെന്ന് പറയുക. ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത ചെല്ലാനം കടപ്പുറത്ത് പോലും അവർ അവകാശവാദം ഉന്നയിക്കുന്നു. പാലക്കാട് തമിഴ് ബ്രാഹ്മണർ നൂറ്റാണ്ടുകളായിട്ട് പാർക്കുന്ന നൂറണി, കൽപ്പാത്തി പോലുള്ള മേഖലകളിൽ അവർ അവകാശവാദം ഉന്നയിക്കുന്നു. തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടത്തെ പോലും അതിജീവിച്ച ക്ഷേത്രമാണ്. അത്രമാത്രം ശക്തിയായ രാജരാജേശ്വരൻ്റെ ചുറ്റുമുള്ള ഭൂപ്രദേശം മുഴുവൻ അവർ അവകാശവാദം ഉന്നയിക്കുന്നു. മാനന്തവാടിയിൽ ആ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. മാനന്തവാടിയിലെ ഭൂമി ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബിഷപ്പിൻ്റെ വകയാണെന്നാണ്. അങ്ങനെ കാണുന്ന സ്ഥലം മുഴുവൻ പിടിച്ചടക്കാനുള്ള ഒരു ഇസ്ലാമിക അധിനിവേശമാണ് ഇവിടെ കാണുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് വളരെ ആസൂത്രിതമാണ്. കേരളത്തിൽ ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അധിനിവേശത്തിനുള്ള മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഇസ്ലാമിക താല്പര്യക്കാർ നടത്തിയിട്ടുണ്ട്. പണ്ട് 921 മുതൽ നമ്മൾ തുടങ്ങണം അതിൻ്റെ ചരിത്രം. മാപ്പിള കലാപത്തിൻ്റെ കാലത്ത് അന്ന് ഹിന്ദുക്കളെയാണ് വെട്ടി നുറുക്കിയത്. 100 കണക്കിന് പേരെ വെട്ടിക്കൊന്നു, അമ്പലങ്ങൾ തകർത്തു, അനവധി പേര് കൈയും കാലും ഒക്കെ മുറിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തി. ആ ഒരു കൊടിയ വർഗീയ കലാപത്തിന് സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അവർക്കിന്ന് സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുക്കുകയാണ്. ഈ കലാപത്തിന് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയവരെ. പിന്നീട് EMSൻ്റെ സർക്കാർ വന്നപ്പോൾ മലപ്പുറം ജില്ല അനുവദിച്ചു. അതും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ, മുസ്ലിം ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കാലത്ത് തന്നെയാണ് തളി ക്ഷേത്ര പ്രശ്നമുണ്ടായത്. അന്നും ഇവർ സ്വീകരിച്ച നിലപാടെന്താ? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഹിന്ദു വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അന്നും. അതെ. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഇതുപോലുള്ള അനവധി സംഭവങ്ങളുണ്ട്. ഞാൻ മുഴുവൻ വിശദീകരിക്കാൻ ഇപ്പോൾ പുറപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒന്നിനൊന്നായിട്ട് ഉണ്ടാകുന്ന സമയത്തും, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉണ്ടാകുന്ന സമയത്തും മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഒന്നിച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ മുനമ്പത്ത് അന്നൊക്കെ ഹിന്ദുക്കൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. അന്നൊക്കെ ഹിന്ദുക്കൾ മാത്രമാണ് ഇവരുടെ കത്തിക്കെറിയായത്. ഇന്നിപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് മേൽ ഇവർ കൈവച്ചു.
ക്രിസ്ത്യൻ വിഭാഗത്തിന് മേൽ കൈവച്ചു. അവർ ആഞ്ഞടിച്ചപ്പോഴാണ് ഞെട്ടി വറച്ചത് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് CPM-നും കോൺഗ്രസിനും ലീഗിനും പ്രശ്നമായത്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഏതാനും മാസം മുമ്പ് നടന്ന സംഭവമാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾക്കിവിടെ നിസ്കരിക്കാൻ അവസരം നൽകണം, സ്ഥലം നൽകണം. മാനേജ്മെൻറ്റ് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ കേരളത്തിൽ നടന്ന കലാപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്തെല്ലാം ഒച്ചപ്പാടുണ്ടാക്കി. അവിടുത്തെ പ്രിൻസിപ്പലിനെതിരായിട്ട്, ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തുള്ള വൈദികർക്കെതിരായിട്ട് ഒക്കെ ഇവർ കടന്നാക്രമണം നടത്തിയില്ലേ? അവസാനം ഇത് കൈവിട്ട് പോകും എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ വിഷയത്തിൽ നിന്ന് പിന്മാറുന്ന നിലപാടെടുത്തു. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ഇവർ പിൻവാങ്ങി. ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് നിയമസഭയിൽ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഇവർ വഖഫ് ബോർഡിന് നിയമത്തിനെതിരായിട്ട് പ്രമേയങ്ങൾ പാസ്സാക്കി. വഖഫ് ബോർഡ് ചെയ്യുന്ന തോന്നിവാസങ്ങളെ മുഴുവൻ ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ കൂടി വന്നിട്ട് ഒരു നിലപാടെടുത്തു. ഇത് പ്രശ്നമാക്കരുത് എന്ന്, ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല എന്ന്. ഇത്രയും ദിവസം അവർ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയ തട്ടിപ്പാണ്. ആ മുസ്ലിം ലീഗ് സംഘടനകൾ എടുത്ത രാഷ്ട്രീയ തട്ടിപ്പ് തന്നെയാണ് ഇപ്പം മുഖ്യമന്ത്രി കാണിക്കുന്നത്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടിച്ചോടിച്ചിട്ട് അവരുടെ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് ആ ഭൂമി കൈയടക്കാനുള്ള ഒരു ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ ആസൂത്രിത ശ്രമമാണിത്. ഇതിനെ ഗൗരവത്തോടെ കാണണം. ഇതിനെ നരേന്ദ്രമോദി ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വഖഫ് ഭേദഗതിക്ക് വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നത്. ആ നിയമം അടുത്ത പാർലമെന്റ് സെഷനിൽ പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആർക്കും ആശങ്ക ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ഈ നിയമം പാസ്സാക്കിയാൽ, ഈ കേന്ദ്രം പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ ഇവരുടെ അരാജകത്വം, ഇവരുടെ കൈയെടുക്കാനുള്ള മനോഭാവം അറുതിയാവും. അത് അവസാനിക്കും, ഒരു സംശയവും വേണ്ട. തീർച്ചയായും ശ്രീ ഹരിദാസ്, അപ്പോഴും ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് ഒരുപോലെ പിന്തുണച്ച് UDF-ഉം LDF-ഉം കേരളത്തിൻ്റെ പൊതുവികാരം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിച്ചത്. അതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുക? ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾക്ക് പോലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ഇവിടെയും പ്രതിഷേധം നടത്തുന്നു എന്ന് ജനങ്ങളുടെ പൊതുവെയുള്ള പരാതിയുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിലെ ജനതയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ആൾക്കാരുടെ ശബ്ദങ്ങൾ ഉയരുന്നത് കണ്ടില്ല എന്ന് വെച്ച് പൊതുവികാരം എന്ന രീതിയിൽ ഭേദഗതിക്കെതിരായുള്ള പ്രമേയം പാസ്സാക്കാൻ കഴിയുക? ഇതെങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനാകും? അല്ല, ഇവര് ഇസ്ലാമിക അധിനിവേശത്തിന് അനുകൂലമല്ലേ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എന്നും? എന്ത് മതേതരത്വമാണ് ഇവർക്കുള്ളത്? ഇവർ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ആരുടെ കൂടെ പോകാനും തയ്യാറാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. 40കളുടെ അവസാനം പാകിസ്ഥാൻ വാദം ഉന്നയിച്ച സമയത്ത്, ഇന്ത്യയെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒറ്റക്കെട്ടായിരുന്നില്ലേ? അവർക്ക് ഒരേ നിലപാടായിരുന്നില്ലേ? പാകിസ്ഥാൻ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കി മുസ്ലിം രാജ്യം സ്ഥാപിക്കണം എന്നുള്ള വാദഗതിക്ക് പിന്തുണ നൽകിയവരല്ലേ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ? അന്നത്തെ കോൺഗ്രസ് അതിന് വേണ്ട കരുക്കളും നീക്കി. അന്ന് മുസ്ലിം ലീഗാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്നും അതേ നിലപാട് തന്നെയാണ് അവർ തുടരുന്നത്. ഇത് മാത്രമല്ല, 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷവും ജമ്മു കാശ്മീർ സ്വതന്ത്രമായ രാജ്യമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ചരിത്രമാണ്. അന്ന് മൗണ്ട്ബാറ്റൻ പ്രഭുവിനെ കാശ്മീരിൽ അയച്ച് അവിടുത്തെ ഹരിസിംഗ് മഹാരാജാവിനെ കണ്ട് ജമ്മു കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാകണം എന്ന് ഉപദേശിച്ചത് മൗണ്ട്ബാറ്റൻ്റെ ഗുരുവാര പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരമാവണം അന്ന് മൗണ്ട്ബാറ്റൻ കാശ്മീരിൽ പോയി പാകിസ്ഥാൻ്റെ ഭാഗമാകണം ജമ്മു കാശ്മീർ എന്ന വാദം ഉന്നയിച്ചത്.
അന്ന് RSSന്റെ സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവർക്കർജിയാണ് ഹരിസിംഗ് മഹാരാജാവിനെ കണ്ട് ഇന്ത്യയുടെ ഭാഗമായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല, അതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ത്യയിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചത്. അതിന് ഗുരുജി ഗോൾവർക്കറെ പ്രേരിപ്പിക്കുന്നതിൽ സർദാർ പട്ടേലിന് ഒരു വലിയ റോളുണ്ടായിരുന്നു. അതാണ് ചരിത്രം. അപ്പോൾ 1947 മുമ്പ് മുതൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ഇസ്ലാമിക ശക്തികൾ തമ്മിലുള്ള ഐക്യമുണ്ടായിരുന്നു, യോജിപ്പുണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ ഇവിടുത്തെ ഹിന്ദു വിരുദ്ധ നിലപാടാണ്, ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണിത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, പറയാൻ പാടില്ലെങ്കിൽ പോലും 1947 മതത്തിൻ്റെ പേരിലാണ് രാജ്യത്തെ വിഭജിച്ചത്. മതത്തിൻ്റെ പേരിലാണ് ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ അന്ന് ഇന്ത്യയെ വേറിട്ട് പോയ ശക്തികൾ ഇന്ത്യയിൽ വസ്തു സംഭരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമല്ലേ നടത്തുന്നേ? ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇതിനെ ഗൗരവത്തോടെ കാണണ്ടേ? ഇത് കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നു എന്നതാണ്. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ്, സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലം, അതുപോലെ നിർണായകമായ സുപ്രധാനമായ സ്ഥലങ്ങളൊക്കെ വഖഫ് ബോർഡിൻ്റെയാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ചിത്രം പോലും നമ്മൾ കാണുന്നില്ലേ? ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇവിടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു നിയമം ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ പിന്തുണയ്ക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാർക്കുണ്ട്. രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാർക്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്. അവരത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിഘടനവാദ ശക്തികൾക്കൊപ്പം അണിനിരക്കുകയാണ്. അതിനെ ഗൗരവത്തോടെ കാണണം എന്നതാണ് നമുക്ക് ജനസമക്ഷം അവതരിപ്പിക്കാനുള്ളത്.